ഇന്നൊരു തായ്ലാൻഡ് ടൂർ വീഡിയോ ആണ്. എൻ്റെ ബർത്ത്ഡേക്ക് മോൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റായിരുന്നു എനിക്ക് ഈ ടൂർ. ഞങ്ങൾ ഫോർച്യൂൺ ട്രാവൽസ് കൊച്ചിൻ്റെ കൂടെയായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു ഫോറിൻ യാത്ര നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലത് തായ്ലാൻഡ് യാത്ര തന്നെയാണ്. ഇതിന് ഓൺ അറൈവൽ വിസ നമ്മൾക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ അടിച്ച് കിട്ടുന്നതാണ്. എല്ലാം കൊണ്ടും നല്ലൊരു ടൂർ പാക്കേജ് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഞാനും എൻ്റെ ചേച്ചിയുമായിരുന്നു ബാംഗ്ലൂർ ഫ്ലൈറ്റ് എടുത്ത് കൊച്ചിയിൽ നിന്ന് അവരെ കൂടെ ജോയിൻ ചെയ്തു. രാത്രി 2 മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ 38 പേരും രാവിലെ 7 മണിയോടുകൂടി തന്നെ പട്ടായ സുവർണഭൂമി എയർപോർട്ടിൽ ഇറങ്ങി. അവിടുന്ന് നേരെ ഒരു ഹോട്ടലിൽ പോയി അവിടുന്ന് ഫ്രഷായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ നേരെ ടൈഗർ ബേ എന്ന് പറയുന്ന സ്ഥലം കാണാനായി പുറപ്പെട്ടു. ഞങ്ങളുടെ കൂടെ ഇവിടുന്ന് 2 ടൂർ ഗൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പറയാതിരിക്കാൻ വയ്യ, അത്ര നല്ല കെയർ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഒന്ന് അൽത്താഫ്, പിന്നെ ഒന്ന് നാജി. ഞങ്ങളെല്ലാവരും വളരെ എൻജോയ് ചെയ്തൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ തായ് ഫുഡും ഇവിടുത്തെ സ്ട്രീറ്റും എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ 4 വീഡിയോസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ കുറേ കണ്ടോ ക്രോക്കഡൈൽ കുട്ടികളൊക്കെ ഓരോന്നിലും കിടന്ന് ഉറങ്ങുന്നുണ്ട്. എല്ലാവരും വീഡിയോസ് എടുക്കുന്നത് കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീഡിയോ കൂടി എടുക്കണേന്നും പറഞ്ഞ് ഇതാ കുറേ എണ്ണം വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നുള്ളത്. എല്ലാവരും തന്നെ വന്ന് ഇവിടെ ഇതേ നിരന്ന് അങ്ങിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചു. അവിടുന്ന് പോയി പിന്നെ ഞങ്ങൾ പോയത് ടൈഗർ സിംഹം ഇങ്ങനെയുള്ള ഓരോന്നിൻ്റെയും കൂടിൻ്റെ അകത്ത് കൂടി പോയി. എല്ലാവരും അതിന് തൊട്ടൊക്കെ ആയിരുന്നു വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ട്രെയിൻഡാണ്. അപ്പോൾ നമ്മൾക്ക് എന്നാലും കൂടുതൽ എടുക്കാൻ ചെറിയൊരു പേടിയുള്ളതുപോലെ കുറച്ച് മാറി നിന്നായാലും ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും തന്നെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തായ്ലൻഡിൽ വരാൻ ചിലവായത് ഒരാൾക്ക് 65,000 രൂപയാണ് ഇവിടെ ഉണ്ടായത്. അവർ നല്ല 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റീസൊക്കെ ആയിരുന്നു നമ്മൾക്ക് ഒരുക്കിയിരുന്നത്. ഭക്ഷണമാണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും അവർ തന്നെ പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾക്ക് പോകുന്നുണ്ടെങ്കിൽ കയ്യിൽ മറ്റ് ചിലവുകളൊന്നുമില്ല. ഷോപ്പിങ്ങിന് വേണമെങ്കിൽ കയ്യിൽ കരുതിയാൽ മതി. അല്ലാതെ അധിക ചിലവൊന്നും നമ്മുടെ കയ്യിൽ പിന്നെ വരുന്നില്ല കേട്ടോ. ബാക്കിയൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ, പിന്നെ ട്രാവൽ, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മളെപ്പോലെ വന്ന ഒരു കുട്ടിയാണ് ഇതും കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ എടുത്തത്. കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മറ്റുള്ളവർക്ക് നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഒരു സംശയം കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവിടെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. നല്ലൊരു ലഞ്ചായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ പോയത് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. പിന്നെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് ഒരു 200 മുതൽ 300 ബാത്ത് വരെയാണ്. അതായത് നമ്മുടെ 600 രൂപ മുതൽ ഒരു 800 രൂപ വരെ ഉണ്ടാവും. നമ്മൾ ബോട്ടിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി മുഴുവനായി തന്നെ കണ്ടു. ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇതിൻ്റെ സൈഡിൽ മുഴുവനും ഇങ്ങനെ ഇതുപോലെ ഷോപ്സാണ്. അപ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിലും കയറി നമുക്ക് ഷോപ്പ് ചെയ്യാം. പിന്നെ ഈ ടിക്കറ്റൊക്കെ ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ബോട്ടിൽ കയറി ഞങ്ങൾ ഗ്രൂപ്പിലുള്ളവർ കുറച്ച് പേരായി ഓരോ ബോട്ടിലും ഇതിൽ ചുറ്റി കറങ്ങി കണ്ടു. ഇവിടുത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വളരെ എക്സ്പെൻസീവായി തോന്നും കേട്ടോ. കാരണം അവരൊരു 100 ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളത് കൺവേർട്ട് ചെയ്ത് നോക്കും. ഏകദേശം ഒരു 350 റുപ്പീസോളം വരും. പക്ഷെ നമ്മൾ നന്നായി തന്നെ ബാർഗെയിൻ ചെയ്യണം കേട്ടോ. അവരൊരു 100 ബാത്ത് പറഞ്ഞാൽ നമ്മൾ നേരെ അത് ഒരു 10 ബാത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കൊരു 50 ബാത്തിനെങ്കിലും അത് വാങ്ങാൻ പറ്റും. നന്നായി തന്നെ കുറച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത് ബാർഗെയിൻ ചെയ്യാൻ അറിയണമെന്നേ ഉള്ളൂ നമുക്ക്. അത് ഈ സാധനം വാങ്ങുന്നതിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നതിലായാലും അവർ പറയുന്നതിൻ്റെ പകുതി പറഞ്ഞ് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഹാഫ് റേറ്റ് പറയുമ്പോൾ അപ്പം തന്നെ അവർ സമ്മതിക്കും. അപ്പോൾ നമുക്ക് തോന്നും അയ്യോ വീണ്ടും കുറച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ മാത്രമല്ല എല്ലാം നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോയാലും എല്ലാം തന്നെ ഇതുപോലെ ആണ്. പിന്നെ ഭാഷ ഒരു പ്രശ്നം തന്നെയാണ്. അവിടെ അധികം പേർക്കും ഇംഗ്ലീഷോ ഒന്നും അറിയില്ല കേട്ടോ. നമ്മൾ കുറേ പേരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് എല്ലാവരുടെ ലോക്കൽ ലാംഗ്വേജ് അറിയുള്ളൂ. അത് മാത്രമാണ് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ തിരുവനന്തപുരം, പൂവാറ്, പിന്നെ ആലപ്പുഴ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ ഇതുപോലെയുള്ള ഫ്ലോട്ടിങ് മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു ഗൈഡ് അൽത്താഫ്. പിന്നെ ഒരാൾ കൂടിയുണ്ട് നാജി. നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് നമ്മളെ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ചെറിയ ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്തു.
അപ്പോൾ അത് ഇവിടെ ഒരു ടാറ്റു ഷോപ്പാണ്. ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ മേത്ത് അവർ ടാറ്റു അടിച്ച് തരുന്നതാണ് പറയുന്നത്. ഇത് അവിടെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിലേ കൂടി ഇങ്ങനെ നടന്നു നോക്കി. അപ്പോൾ ഇതാ ഇവിടെ കാണുന്നത് ഫിഷ് സ്പാ ആണ്. അപ്പോൾ ഇതിന് 100 ബാത്തേ ഉള്ളൂ കേട്ടോ. പക്ഷേ 1 മണിക്കൂർ സമയം ഇരുന്ന് കൊടുക്കണം. അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ഇരുന്നില്ലായിരുന്നു. അത് ഞങ്ങൾ കൂടെ വന്ന ആളാണ്. അയാൾ സ്പാ ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ മാത്രമേ ഇരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ നല്ല കോട്ടൺ ഡ്രസ്സുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ, പൈജാമ പോലെയും ഒക്കെ ഉള്ളത്. പിന്നെ ഇതവിടെ നല്ല ഓരോ ഫ്രൂട്ടിൻ്റെയും ഐസ്ക്രീം കാണുന്നുണ്ട്. ഞങ്ങൾ ഓരോ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. പക്ഷേ എനിക്ക് പ്രത്യേകം തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഐസ്ക്രീമിനൊന്നും നമ്മുടെ നാട്ടിലുള്ള ആ ഒരു മധുരം ഇല്ല കേട്ടോ. മധുരം കുറച്ച് കുറവാണ്. പിന്നെ ഇതാ കാര്യമായിട്ട് കണ്ടത് കുറേ കോക്രോച്ച് ഫ്രൈ, പുഴു എല്ലാം ഉണ്ട് ഇവിടെ. ഇതാ കണ്ട ഓരോന്നിനും പ്രത്യേകം ടാഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസ്. പിന്നെ ഞങ്ങളായിരുന്നാലും ഇതൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. എത്രയായാലും നമ്മൾക്കത് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കാണുമ്പോൾ ഇതാ ഫ്രൈ ചെയ്ത് കാണുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഫ്രൈകൾ തന്നെയാണ്. പിന്നെ ഒരാളിതാ ഇവിടെ ഇരുന്ന് ഓരോ പടം വരക്കുന്നുണ്ട് കേട്ടോ. ഓൺ ദ സ്പോട്ട് തന്നെ പടം വരച്ച് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പോയി. ഇത് കേട്ടോ, ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ലോബ്സ്റ്ററാണ് കേട്ടോ എല്ലാം. അയ്യോ, ഇവിടെ നോക്കിയേ, ഇത് പൊല്ലി, പഴുതാര, പാറ്റ എല്ലാം ഉണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പല്ലിയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കതുപോലെയാണ് കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഫ്ലോറിങ് മുഴുവനും തന്നെ വുഡിലാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തേതായ ഭക്ഷണങ്ങൾ, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ കുറേ തരം മെഡിസിൻസ്, അതായത് പെയിൻ ബാം ഇങ്ങനെയുള്ളത് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ബാഗുകൾക്ക് വില കുറവാണ് കേട്ടോ. പൊതുവേ ചെരുപ്പുകൾക്കും കുറച്ച് കുറവ് തന്നെയാണ്, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പിന്നെ ബാക്കിയൊക്കെ കുറച്ച് കൂടുതലായി തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതാ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഡാൻസ് ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലൊരു പയ്യനെ അവർ ഡാൻസ് കളിക്കാൻ വലിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ റൂമിലേക്കായിരുന്നു. വൈകിട്ടായിരുന്നു അവർ ഹോട്ടൽ റൂമൊക്കെ ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നത്. അപ്പം ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായി വരാനായി റൂമിലേക്ക് പോയി. നല്ലൊരു 5 സ്റ്റാർ ഹോട്ടൽ തന്നെയായിരുന്നു. എല്ലാ സൗകര്യങ്ങളോടും കൂടി സ്പേഷ്യസ് ആയിരുന്നു റൂം. ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ പുറത്തേക്ക്. അപ്പോൾ ഇതാ ഞാൻ ഈ കേട്ടൺ മാറ്റിയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം, പുറത്തുള്ള വ്യൂ കാണിച്ചു തരാം. അത്രക്കും ഭംഗിയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നമ്മൾ വീണ്ടും അലാസ്കാർ എന്ന് പറഞ്ഞ ഒരു ഡാൻസ് പ്രോഗ്രാം കാണാനായിരുന്നു നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിരുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങളിവിടെ മസാജ് പാർലറിലൊക്കെ പോയി. ഇവിടുത്തെ തായ്ലാൻഡ് മസാജ് വളരെ ഫേമസ് ആണ് കേട്ടോ. എല്ലാം സ്ത്രീകളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും, ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തന്നെ മസാജ് പാർലറിൽ മസാജ് ചെയ്തിരുന്നു. അതിൻ്റെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. പിന്നെ ഇത് ഞങ്ങൾ ഫ്രഷായി താഴെ വന്നോട്ട് ഇതാ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഓരോരുത്തരായും വരുന്നുണ്ട്. ഇനി ഞങ്ങൾ അവിടുന്ന് നേരെ അൽക്കാസർ ഡാൻസ് കാണാൻ പോയി. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്